കണ്ടകശനി എന്ന് പറയുമ്പോൾ തന്നെ കണ്ടകഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. പൊതുവെ കേന്ദ്രഭാവങ്ങളെയാണ് കണ്ടകഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പം 1, 4, 7, 10 ഭാവങ്ങളിൽ ശനി വരുമ്പോൾ ആണല്ലോ അപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത്. അത് ഗോചരം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഗോചരം എന്ന് പറയുമ്പോൾ മൂൺ സൈനെ ബേസ് ചെയ്തിട്ടുള്ള ചിന്ത. നമ്മുടെ ജനിച്ച സമയത്തെ, നമ്മുടെ ഗ്രഹനിലയിൽ, നമ്മുടെ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ ചിന്ത വരുന്നത്. അപ്പം നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത്, ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത്, അതാണ് നമ്മുടെ നക്ഷത്രം. അപ്പം 12 രാശിയിൽ എവിടെയാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതാണ് നമ്മുടെ മൂൺ സൈൻ. അപ്പം ആ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഇപ്പോഴത്തെ സമയത്ത് ശനി ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനെ ഏതൊക്കെ തരത്തിൽ കർമ്മത്തിൻ്റെ കാരകൻ ആയിരിക്കുന്ന ശനി എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതാണ് കണ്ടകശനി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുപാട് ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ ആൾക്കാർ വെറുതെ അല്ലല്ലോ പേടിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഉള്ളതും ആണ് ഇതിനകത്ത്.